ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബനാന ബ്രോസ്റ്റഡ് റെസിപ്പിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ചിക്കനൊക്കെ ഇല്ലേ, KFC ചിക്കൻ, അതിൻ്റെയൊക്കെ ഒരു മോഡലുള്ള ഒരു അടിപൊളി റെസിപ്പി. ഇതിനായിട്ട് ഞാൻ 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഴുപ്പുള്ള പഴം വേണം ഇതിനെടുക്കാൻ. ഇത് നമുക്ക് ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. അതായത് വട്ടനെയാണ് കേട്ടോ ഇത് അരിഞ്ഞെടുക്കാൻ പോണത്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ഒരു അടിപൊളി സ്നാക്സാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ. സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്ന നല്ല കട്ടൻ ചായയുടെയൊക്കെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതാണ്ടോ ഇത്രയും തിന്നല്ല എന്നത് തിക്കുമല്ല, ആ രീതിയിൽ ഇത് അരിഞ്ഞെടുക്കുക കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ എല്ലാം ഒരേ വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇത് കുറേശ്ശെയായിട്ട് പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. കുറേശ്ശെയായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. വെള്ളം അധികം ആവാൻ പാടില്ല, ഒരുമിച്ച് ഒഴിച്ചാൽ വെള്ളം അധികമാവും. ഇതിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിലൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ദേ ഇതുപോലെ ഇരിക്കണം മാവ്. ഇതിപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവില്ലേ, ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചുകൂടി കട്ടിയിലാണ് ഇത് ഇരിക്കണത് കേട്ടോ. എന്നാൽ ആ പഴത്തുമ്പിലൊക്കെ ഇത് നന്നായിട്ട് മുക്കിയെടുക്കുമ്പോൾ പിടിച്ചു വരുള്ളൂ കേട്ടോ. കണ്ടോ, ഇത്രയും വെള്ളം നമുക്ക് ബാക്കി വന്നു. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നല്ല അവലാണ് കേട്ടോ. ഇത് മട്ട അരിയുടെ അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പഴം ഈ മൈദ മിക്സിൽ മുക്കിയെടുക്കാം. നന്നായിട്ട് കട്ടിയുള്ള മാവായതുകൊണ്ട് ഈ പഴത്തിലൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും കേട്ടോ. ഇനി ഇത് അവലിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചിക്കനൊക്കെ എടുക്കില്ലേ, ഈ KFC ചിക്കനൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. ഇത് അവലാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അവലിൽ നന്നായിട്ട് മുക്കിയെടുത്ത ശേഷം നമ്മൾ നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കൈ പൊള്ളാതെ സൂക്ഷിക്കുക കേട്ടോ. ഇപ്പോൾ ഇത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഓരോന്നും മറ്റേ വശം മുരിയാൻ വേണ്ടി മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇത് അവലായതുകൊണ്ട് ചെറുതായിട്ട് പൊട്ടിത്തെറിക്കണൊക്കെ ഉണ്ടിട്ട്, അപ്പോൾ സൂക്ഷിച്ചിട്ട് ഉണ്ടാക്കുക. ഇപ്പം നമ്മുടെ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള പഴം വെച്ചിട്ടുള്ള സൂപ്പറായിട്ടുള്ള ബനാന ബ്രോസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇത് നമ്മുടെ കുട്ടികൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി അല്ലേ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം.